ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഇജി വാല 2.0. നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ആക്കാൻ പോവുകയാണ്. പ്ലസ് ടു അക്കൗണ്ടൻസിയിലെ 3 മാർക്കിനും 4 മാർക്കിനും ചോദിക്കാവുന്ന പ്രോബ്ലംസ് വിത്ത് ആൻസർ ക്വസ്റ്റ്യൻ. അതെങ്ങനെ ചെയ്യാം അതാണ് നമ്മൾ ചെയ്യുന്നത്. 3 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അത് കറക്റ്റ് 3 മാർക്കിനൊന്നും അല്ല കേട്ടോ, 4 മാർക്കിനും ചോദിക്കാറുണ്ട്. AFSകാർക്ക് ചിലപ്പോൾ 5 മാർക്കിനും ചോദിക്കാറുണ്ട്. അതിന് മുന്നേ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. AFS കുട്ടികൾക്ക് നമുക്ക് 80 മാർക്കിൻ്റെ പേപ്പറാണ് ഉണ്ടാവുക. ഓക്കെ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിന് 60 മാർക്കിൻ്റെ പേപ്പറാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഈ 80 മാർക്കിൽ നിങ്ങൾക്ക് 2 പേർക്കും കോമൺലി 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. അതാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ആ 40 മാർക്സ് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ജയിക്കാം. കുറേ കുട്ടികൾ ജയിക്കാനുള്ള മാർക്കൊക്കെ സംശയമായിട്ട് ഇരിക്കുന്നവരുണ്ട്. അതിൽ തിയറിയും പ്രോബ്ലംസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇടുന്നത്. ഇനി CA സ്റ്റുഡൻസിന് 20 മാർക്കിൻ്റെ 2 ചാപ്റ്റേഴ്സ് ഉള്ളൂ. വളരെ എളുപ്പമുള്ള പാഠങ്ങളാണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്താണ്, അതിൻ്റെ മെറിറ്റ്, കമ്പോണൻസ്, കുറച്ച് കോഡ്സുകൾ, ന്യൂമോണിക് കോഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ 20 മാർക്ക് അവർക്ക് അവിടെ കിട്ടും. ദെൻ AFSകാർക്കാണ് പിന്നെയും കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉള്ളത്. AFSകാർക്ക് അവരുടെ ടെക്സ്റ്റ് വൈസ് 40 മാർക്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് 2 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ആ 2 ചാപ്റ്റേഴ്സിൽ 1-ാം പാഠത്തിൽ നിന്നും 2-ാം പാഠത്തിൽ നിന്നും തിയറി മാത്രം നോക്കിയാൽ തന്നെ നമുക്കൊരു 20 മാർക്കൊക്കെ ഉണ്ടാവും. അതിൽ നിന്നുള്ള പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്ക് ജേർണൽ എൻട്രീസ് ആണ്. 2 പാഠത്തിലും ജേർണൽ എൻട്രീസ് ആണ് കൂടുതലുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു 8 ബേസിക് ആയുള്ള ജേർണൽ എൻട്രീസ്, ഫോർഫീറ്റർ, ഒരു റേഷ്യോ, അതിൻ്റെ ഒക്കെ ജേർണൽ എൻട്രീസ്. പിന്നെ സെക്കൻഡ് ചാപ്റ്ററിലും കുറച്ച് തിയറി, ഡിബഞ്ചറും ഷെയറും തമ്മിലുള്ള ഡിഫറൻസ്, അതൊക്കെ പഠിച്ചാൽ തന്നെ AFSൽ എങ്ങനെയും 40ൽ നിങ്ങൾക്കൊരു 25 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക, അധികമൊന്നുമില്ല പഠിക്കാൻ. നമുക്ക് ഫൈനൽ എക്സാമിന് ഇതേ 80 മാർക്കിൻ്റെയും 60 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് 2-3 പാഠത്തിൽ നിന്ന് മാത്രം ഇത്ര മാർക്കിൻ്റെ വരുന്നു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതേ പോർഷൻസിൻ്റെ ആവണമെന്നില്ല എല്ലാ സ്കൂളുകളിലും. ചിലപ്പോൾ കുറച്ചാവാം, ചിലപ്പോൾ കൂടുതലാവാം. മാക്സിമം ഇത്രേ വരുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AFS ആണ് പിന്നെയും കുറച്ച് 2 ചാപ്റ്റേഴ്സിൽ ചിലപ്പോൾ ഒരെണ്ണൊക്കെ ആവും തരുന്നുണ്ടാവുള്ളൂ. ഫസ്റ്റ് പാർട്ടിൽ നിന്ന് എല്ലാവർക്കും നോർമലി മിസ് അന്വേഷിച്ചിടത്തോളം ഒരുവിധം എല്ലാ സ്കൂളുകാർക്കും ഈ വരെ പോർഷനുള്ളൂ. 1-ാം പാഠം കംപ്ലീറ്റ്, ബേസിക് കൺസെപ്റ്റ് കംപ്ലീറ്റും, സെക്കൻഡ് ചാപ്റ്റർ ഹാഫ് പോർഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു സംശയം എല്ലാവർക്കുള്ള മറുപടിയാണിത്. പിന്നീട് നമുക്ക് തിയറി മാത്രമായിട്ട് നമ്മളിങ്ങൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. തിയറി ക്വസ്റ്റ്യൻസ്, യു ഷുഡ് സ്റ്റഡി തിയറി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് മാത്രമായിട്ട് ഒരെണ്ണം വരുന്നുണ്ട്. അതേപോലെ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ട കംപ്ലീറ്റ് റിവിഷൻ ആയിട്ട് നമ്മളൊരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം ഒരു 4-5 വീഡിയോ നമ്മളിന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ 5 വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓരോ വീഡിയോ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയുക, അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക വീഡിയോസ്. നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും പഠിക്കാതെ ബുദ്ധിമുട്ടിയിട്ട് മനസ്സിലാവാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അങ്ങനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 3 ക്വസ്റ്റ്യൻസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ 3 മാർക്കിന്നല്ല 4 മാർക്കിന് ചോദിക്കാം. ഫസ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓൺ പ്രോഡക്റ്റ് മെത്തേഡ് ഓൾസോ. അതായത് 2 മെത്തേഡിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാൻ വരും. 2 മെത്തേഡിൽ ഇത് രണ്ടും നമുക്ക് 3 മാർക്കിനും 4 മാർക്കിനും ചോദിക്കും. ഒരു മെത്തേഡ് 3 മാർക്കിനെ ചോദിക്കുള്ളൂ. പ്രോഡക്റ്റ് മെത്തേഡ് നമുക്ക് 4 മാർക്കിനാണ് ചോദിക്കാറ്. രണ്ടാമത്തത് ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻ. നമുക്ക് പല മെത്തേഡ് ഉണ്ട്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. അതിൽ സൂപ്പർ പ്രോഫിറ്റ് ആണ് കൂടുതലും ചോദിക്കാറുള്ളത്. അതൊരു 4 മാർക്കിനാണ് ചോദിക്കുക. ആവറേജ് പ്രോഫിറ്റ് ആണ് എങ്കിൽ നമുക്കതൊരു 3 മാർക്കിന് ചോദിക്കും. അങ്ങനെയാണ് നമുക്ക് 3, 4ലേക്ക് പോകുന്നത്. ഓക്കെ, ദെൻ ജേർണൽ എൻട്രി ഓഫ് അഡ്മിഷൻ ഓഫ് ഗുഡ്വിൽ ട്രീറ്റ്മെൻ്റ് ആണ്. ഇത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇതിൽ എടുത്തിട്ടില്ല. നമ്മളത് തിയറിയുടെ ഭാഗത്ത് അത് ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. തിയറിയുടെ ഒരു വീഡിയോയിൽ നമ്മൾ ജേർണൽ എൻട്രിയുടെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ദ ഫസ്റ്റ് വൺ, Manu are partners. Anu withdraws 5,000 on first day of every month and Manu draws 10,000 on last day of every month. Calculate interest on drawings at 6%. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ടൈം തന്നിട്ടുണ്ട്, എമൗണ്ട് തന്നിട്ടുണ്ട്, ഓൾ മന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവറേജ് പീരിയഡ് മെത്തേഡാണ്. ഈ മെത്തേഡ് ഏതാണ്? ആവറേജ്
പീരിയഡ് മെത്തേഡാണ്. അതായത് ഫസ്റ്റ് ഡേ ഓഫ് എവറി മന്ത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബിഗിനിങ്ങിലാണ്. ഫസ്റ്റ് ഡേ എന്ന് വെച്ചാൽ ബിഗിനിങ് ആണ്. ബിഗിനിങ്ങിലുള്ള ആവറേജ് പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് 6.5/12 ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ മിഡിൽ ഓഫ് ദി മന്ത് ആണ് എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നാളെ മിഡിൽ ഓഫ് ദി മന്ത് തന്നു കഴിഞ്ഞാൽ 6/12 ആണ്. എൻഡ് ഓഫ് എവറി മന്ത്, ലാസ്റ്റ് ഡേ ഓഫ് എവറി മന്ത് എന്നൊക്കെ പറഞ്ഞാൽ 5.5/12 ആണ്. ഇത് പഠിച്ചു വെച്ചാലാണ് നമുക്കിത് കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. ടോട്ടൽ എമൗണ്ട്, അതായത് ഒരു വർഷം ടോട്ടലായിട്ട് അവർ എത്ര വിഡ്രോ ചെയ്യുന്നുണ്ട്, ടോട്ടൽ എമൗണ്ട് ഇൻറ്റു റേറ്റ് ഓഫ് റിട്ടേൺ ഇൻറ്റു ആവറേജ് പീരീഡ്. ഓക്കെ, ആവറേജ് പീരീഡ്. ഇനി ഈ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന എമൗണ്ട് ഇൻറ്റു 12 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ മാർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഒരുപാട് കുട്ടികളുണ്ട്, ഇത് വളരെ സിമ്പിൾ അല്ലേ മിസ്, ഇത് ഞങ്ങൾ ഇപ്പം വേണമെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം, അങ്ങനെ സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ എന്താണെന്നറിയോ, അവർ ഈ ടോട്ടൽ എമൗണ്ടിൻ്റെ ഇൻറ്റു 12 തീരെ ചെയ്യില്ല. അവർ എക്സാമിൻ്റെ ടൈമിൽ അത് കംപ്ലീറ്റ്ലി ആ ഭാഗം അവർ കണ്ട് മറന്നു പോവുക ചെയ്യുക. ഇപ്പം ഇവിടെ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് വെച്ചാൽ അനുവിൻ്റെയും സെപ്പറേറ്റ് കാണണം. അപ്പോൾ അനുവിനെ നമുക്ക് ആദ്യം കാണാം. അനു വിഡ്രോ ചെയ്തിരിക്കുന്നത് 5,000 ഓൺ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ 5,000 എവറി മന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റു 12% തന്നിട്ടുണ്ട്, ഇൻറ്റു 6% ആണ്. ദെൻ ഫസ്റ്റ് ഡേ ആണ്, അപ്പോൾ ആവറേജ് പീരീഡ് 6.5/12 ആണ്. ഇത്രയും ചെയ്താലാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുള്ളൂ. ഇനി മനുവിന്റെ ആൻസർ എങ്ങനെയാ കിട്ടുക? മനു വിഡ്രോ ചെയ്തിരിക്കുന്നത് 10,000 ആണ്. അത് എവറി മന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻറ്റു 12 ആണ്. പെർസെൻറ്റേജ് 6% ആണ്. ദെൻ ആവറേജ് പീരീഡ് അറ്റ് ദ ലാസ്റ്റ് ഓർ എൻഡ് ഓഫ് ദി പീരീഡ് ആവുമ്പോൾ 5.5/12 ആണ്. ഇത് നമ്മൾ ഇനി എങ്ങനെ ചിലർക്ക് കാൽക്കുലേറ്ററിൽ കുത്തുമ്പോൾ ഡൗട്ട് അടിക്കാറുണ്ട്. 5,000 ഇൻറ്റു 12 ഇൻറ്റു 6% ഇൻറ്റു 6.5/12 ഉണ്ടോ? 1950, അതായത് 1950 ആണ് നമുക്ക് എമൗണ്ട് വരിക. ഇനി ഇതിലെ പെർസെൻറ്റേജ് ഇല്ലാത്ത സ്റ്റുഡൻസ്, മീൻസ് പെർസെൻറ്റേജിൻ്റെ ചിഹ്നമില്ലാത്ത ആ ഒരു ബട്ടൺ ഇല്ലാത്ത കാൽക്കുലേറ്ററിൽ കുറേ പേര് അങ്ങനെ സംശയം ചോദിക്കും. 5,000 ഇൻറ്റു 12 ഇൻറ്റു 6/100 ഇൻറ്റു 6.5/12. പെർസെൻറ്റേജ് ഇല്ലെങ്കിൽ നിങ്ങൾ ഡിവൈഡഡ് ബൈ 100 ചെയ്യാം കേട്ടോ. അപ്പം രണ്ടാമത്തെ ആളുടെ 10,000 ഇൻറ്റു 12 ഇൻറ്റു 6% ഇൻറ്റു 5.5/12. ഓക്കെ, അപ്പോൾ നമുക്ക് 3,300 എമൗണ്ട് വരും. ഇനി കാൽക്കുലേറ്റർ ഇല്ലാത്തവർക്ക് പെർസെൻറ്റേജ് ഇല്ലാത്തവർ എന്ത് ചെയ്യുക? 6/100 ചെയ്യുക ഇൻറ്റു 5.5/12 ചെയ്യുക. കണ്ടോ, 3,300 കിട്ടി. ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ മിഡിൽ ഓഫ് ദി മന്ത് ആണ് ചോദിക്കുന്നത് എങ്കിലോ 3 ചിലപ്പോൾ ചോദിക്കാം. മിഡിലാണ്, ഇപ്പോൾ ഈ 5,000 വെക്കാം നമുക്ക്. 5,000 മിഡിലാണ് എങ്കിൽ 5,000 ഇൻറ്റു 12 ഇൻറ്റു 6% ഇൻറ്റു 6/12. മിഡിലാണ് എങ്കിൽ, മിഡിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ കിട്ടാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയ്യാം. 6% ഇൻറ്റു 6/12 ചെയ്യാം. അപ്പം നമുക്ക് 1,800 കിട്ടും. കണ്ടോ, മാക്സിമം ഒരു 2,000, 3,000, 4,000 അവർ വിഡ്രോ എമൗണ്ട് അനുസരിച്ചിട്ടുള്ള എമൗണ്ട് വരും. നല്ല വലിയ എമൗണ്ട് ഒന്നും വന്നില്ല. അപ്പം നിങ്ങൾ വലിയ എമൗണ്ട് വന്നാൽ അപ്പം നിങ്ങൾ ഒന്നുകിൽ 12 ചെയ്തിട്ടുണ്ടാവില്ല, നന്നായി ചെറുതായാലും വലുതായാലും, അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 12 ചെയ്യുന്നുണ്ടാവില്ല. ഇത് രണ്ടും ഇട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ആൻസർ തെറ്റും. 3 മാർക്ക് എങ്ങോട്ടാ പോകണ്ടെന്ന് അറിയുന്നില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വണ്ണിലേക്ക് കിടക്കാം. The capital employed by a firm is 1 lakh and the profit for the last 5 years was 80,000, 1 lakh, 1,10,000, 1,40,000, 1,70,000. Normal rate of return is 10%. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അണ്ടർലൈൻ ചെയ്യാം. 5 ഇയേഴ്സിൻ്റെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ്. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ അറ്റ് 3 ഇയേഴ്സ് ഓഫ് പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരമാണ്. ഇത് നമുക്കൊരു 4 മാർക്കിലേക്കാണ് ഈ ക്വസ്റ്റ്യൻ പോകുന്നത്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരമാണ് നമ്മൾ 4 സ്റ്റെപ്പ് വഴി കാണിക്കാം. ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏവറേജ് പ്രോഫിറ്റ് ആണ്. ഏവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇപ്പം തന്നെ പഠിക്കാം. ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര ഇയേഴ്സ് അവർ തന്നിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. എല്ലാ വർഷത്തെയും 5 വർഷത്തെ പ്രോഫിറ്റുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ 5 വർഷത്തെ പ്രോഫിറ്റുകൾ എന്ത് ചെയ്യാം? പ്ലസ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ചെയ്യാം. അതായത് 80,000 പ്ലസ് 1 lakh പ്ലസ് 1,10,000 പ്ലസ് 1,40,000 ദെൻ പ്ലസ്
1,70,000 divided by 5. അപ്പം നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആവറേജ് പ്രോഫിറ്റ്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് ഒക്കെ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് മിസ്സേ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഗുഡ് വിൽ എന്ന് പറഞ്ഞ സംഭവം കേൾക്കുന്നത് എങ്കിൽ ഇത് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ മനസ്സിലാക്കി വെക്കുക. 6 lakh കിട്ടും. 6 lakh divided by 5 നമുക്ക് 5 വർഷത്തെ തന്നിട്ടുണ്ടല്ലോ. സോ 1,20,000 ആണ് നമ്മുടെ ആവറേജ് പ്രോഫിറ്റ്. ഇതല്ല ആൻസർ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇപ്പം തന്നെ പഠിച്ചോ. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഗിവൺ. ഇറ്റ്സ് rupees 1 lakh. 1 lakh ഇൻറ്റു നോർമൽ റേറ്റ് 10% ആണ്. അപ്പം നമുക്ക് 10,000 rupees കിട്ടും. ദിസ് ഈസ് നോർമൽ റേറ്റ് ഓഫ് നോർമൽ പ്രോഫിറ്റ്. മൂന്നാമത്തത് സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ ഇക്വേഷൻസ് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഇത് എന്താ സംഭവം എന്നുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ ഇക്വേഷൻസ് കണ്ടുപിടിക്കുക, അതായത് ഓൾറെഡി നമുക്കറിയുന്നവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് ഇതിൽ പെർസെൻറ്റേജ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ കിട്ടുന്നത് 1,10,000 rupees ആണ്. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഗുഡ് വില്ല് കണ്ടുപിടിക്കുക. ഗുഡ് വില്ല് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ദാറ്റ് ഈസ് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്. അത് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റുന്നൊരു സംഭവം എന്താണെന്നറിയാം? ഈ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് തെറ്റുക. ഇവിടെ ചിലപ്പോൾ 3 ഇടും, ഇവിടെ ചിലപ്പോൾ 5 ഇടും. അതാണ് ഏറ്റവും മിസ്റ്റേക്ക്. നമ്മൾ ആദ്യം ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ എത്ര പ്രോഫിറ്റ് നമ്മൾ കൂട്ടിയോ അതീ ഡിവൈഡഡ് ബൈ അത്രയും എണ്ണം, അങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഇവിടെ ഞാൻ മിസ് ചെയ്ത കാൽക്കുലേഷനിൽ വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാട്ടോ. മിസ് ഇങ്ങനെ ചെയ്ത് പോവുകയാണ്. ചിലപ്പോൾ കാൽക്കുലേറ്ററിലൊരു 0 കൂടാം കുറയാം, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരാം. അപ്പോൾ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം നിങ്ങൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ഇറ്റ്സ് ഓൾറെഡി ഗിവൺ. ദെൻ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ്, അതായത് പെർസെൻറ്റേജ് ആണ്. സൂപ്പർ പ്രോഫിറ്റ് ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ പ്രോഫിറ്റ് കിട്ടി. ദെൻ ഗുഡ് വിൽ കിട്ടാൻ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്. ഈ പർച്ചേസിന് മുമ്പുള്ള ഇയർ ആണ് നമ്മൾ ഗുഡ് വിൽ കണ്ടുപിടിക്കാൻ ഇൻറ്റു ചെയ്യേണ്ടത്. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് തെറ്റിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോകും കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. അനു വിഡ്രോ ദ ഫോളോയിങ് എമൗണ്ട് ഡ്യൂറിങ് ദ ഇയർ 2023. അതായത് ഡ്രോയിങ്സ് തന്നെയാണ് ഇവിടെ നമുക്ക് വരുന്നത്. 31st January 2000, മാർച്ചിൽ 1500. നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഡിഫറെൻറ്റ് എമൗണ്ട്, ഡിഫറെൻറ്റ് ടൈം, ഡിഫറെൻറ്റ് മന്ത് അല്ലേ? അപ്പോൾ ഡിഫറെൻറ്റ് ടൈമിൽ ഡിഫറെൻറ്റ് എമൗണ്ട് ഡിഫറെൻറ്റ് മന്തിൽ തരുകയാണെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാതെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് 31st December ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു? സെയിം എമൗണ്ട് സെയിം ടൈമിൽ എല്ലാ മാസവും വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വലിയ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല. ഇൻറ്റു 1200 എടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെയാണ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഡിഫറെൻറ്റ് എമൗണ്ട് ഡിഫറെൻറ്റ് മന്തിൽ അത് തോന്നിയ പോലെയാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡാണ് പ്രോഡക്റ്റ് മെത്തേഡ്. ഈ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ആൻസർ ചെയ്യാന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ഒന്ന് വട്ടിട്ട് വയ്ക്കുക. അത് നമുക്ക് വളരെയധികം ആവശ്യമാണ്. എന്നിട്ട് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഈ ജനുവരി ഈ എമൗണ്ടിന് അതേപോലെ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതാം. എമൗണ്ട് ആദ്യം എഴുതാം, ഡേറ്റ് ആദ്യം എഴുതാം. അതായത് 2000 നമുക്ക് ജനുവരി 31st 1500 രൂപ 31st മാർച്ചിൽ. ദെൻ 2000 രൂപ ഏപ്രിൽ 30. ആ ഡേറ്റ് വേണേ. ഇത് ആദ്യം ഡേറ്റ് ചെയ്താണ് ഒന്നുകൂടി ബെറ്റർ കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡേറ്റ് ആദ്യം എഴുതിയിട്ട് ഇപ്പുറത്തെ എമൗണ്ട് എഴുതിയാൽ മതി. ഏറ്റവും ബെറ്റർ ആദ്യം ഡേറ്റ് ചെയ്താൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അതേപോലെ നിങ്ങൾ എഴുതിയാൽ മതി. 31st. ദെൻ 1000 rupees September 30. ദെൻ 1500 രൂപ November 30. എന്നിട്ട് അടുത്തൊരു കോളം നമ്മൾ കൊടുക്കുക.
അതിനെ പീരീഡ് എന്നാണ് നമ്മൾ വിളിക്കുക. പീരീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനുവരിയിലാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. 31 ഡിസംബർ വരെ എത്ര മാസം ഉണ്ടെന്ന് നോക്കാം. ജനുവരി 31. ഇപ്പോൾ ജനുവരി ഇൻക്ലൂഡ് ചെയ്യേണ്ട. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ കംപ്ലീറ്റ്. അപ്പോൾ 11 മാസം. മനസ്സിലായ? ജനുവരി മുതൽ സ്റ്റാർട്ട് ചെയ്ത് ജനുവരി കഴിഞ്ഞിട്ട് നമ്മളെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത് വരെ. അതേപോലെ തന്നെ 31 മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 9 മന്ത്സ്. ഏപ്രിൽ 30 മുതൽ അപ്പോൾ മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 8 മന്ത്. മെയ് 31 അപ്പോൾ മെയ് കൂട്ടാൻ പാടില്ല. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എത്രയാണ്? 7 മാസം. നെക്സ്റ്റ് ഡേ സെപ്റ്റംബർ 30. അപ്പോൾ നമ്മൾ സെപ്റ്റംബർ കൂട്ടരുത്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എത്ര മാസമാണ്? 3 മന്ത്സ്. ദെൻ നവംബർ 30. നവംബർ കൂട്ടരുത്, ഡിസംബർ 1 മാസം. ഈ പീരീഡ് തെറ്റുക, ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് തെറ്റി. അവിടെ നിങ്ങൾ പീരീഡ് നന്നായി ശ്രദ്ധിക്കുക. ഈ മന്തൊക്കെ എണ്ണുമ്പോൾ ഒരു മന്തിനെ സ്കിപ്പ് ചെയ്യാതിരിക്കുക. അപ്പം ഞാൻ തന്നെ ഇടയ്ക്ക് ഒരു മന്ത് സ്കിപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ചെറിയൊരു മിസ്റ്റേക്ക് മതി ആ 4 മാർക്ക് കംപ്ലീറ്റ് പോവുക, അല്ലെങ്കിൽ 3 മാർക്ക് കംപ്ലീറ്റ് പോവുക. അതേപോലെ വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഡിസംബർ 30 എന്ന് പറഞ്ഞിട്ട് 31 എന്ന് വന്നാൽ നമ്മുടെ 0 ഇടണം കേട്ടോ. അത് വന്നിട്ടില്ല, ഈ ക്വസ്റ്റ്യനിൽ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ 0 ഇട്ടോ. ഇനി നമുക്ക് പ്രോഡക്റ്റ് കാണാം. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന പീരീഡ് ഇൻറ്റു എമൗണ്ട്. അതാണ് ഞാൻ ഇവിടെ എമൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ 2000 × 11 22,000 കണ്ടോ. 1500 × 9 13,500. 2000 × 8 16,000. ദെൻ 2500 × 7 നമുക്ക് ചെയ്യുമ്പോൾ വരിക ഒരു 17,500 ആണെന്ന് തോന്നുന്നു. ദെൻ 1000 3000 ദെൻ 1500. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെങ്ങനെ മിസ്സിനെ കിട്ടിയത്? നമുക്ക് എമൗണ്ട് ഇൻറ്റു പീരീഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? പ്രോഡക്റ്റ് കിട്ടി. ഇനി ഇത് ടോട്ടൽ ചെയ്യാം. പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കാം. 22,000 + 13,500 + 16,000 + 17,500 + 3,000 + 1,500 73,500. ഇതെല്ലാ എമൗണ്ട്. നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാൻ നമ്മുടെ പ്രോഡക്റ്റ് ഇൻറ്റു റേറ്റ് ഓഫ് റിട്ടേൺ ഇൻറ്റു 1/12. ഇത് ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ പഠിക്കാം. പ്രോഡക്റ്റ് 73,500 ഇൻറ്റു പെർസെൻറ്റേജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും ഇൻറ്റു 1/12. ഈ 1/12 ഇട്ടില്ലെങ്കിൽ ഇപ്പോൾ ചില കുട്ടികളുണ്ട് ഇതൊക്കെ കറക്റ്റ് ചെയ്ത് വരും, എന്നിട്ട് ഈ 1/12 ഇടില്ല. അപ്പോൾ എന്ത് സംഭവിക്കുക? കംപ്ലീറ്റ് ആൻസർ തെറ്റിയില്ലേ? 1/12 367.5. കാരണം കുഞ്ഞൊരു എമൗണ്ട് നമുക്ക് കിട്ടി. എത്ര വലിയത് വിഡ്രോ ചെയ്തിട്ട് എത്ര എമൗണ്ട് അയാൾ തോന്നിയ പോലൊക്കെ വിഡ്രോ ചെയ്തിട്ട് എന്തുണ്ടായി? ലാഭമായില്ല. അയാൾക്ക് ഇത്ര എമൗണ്ട് കൊടുത്താൽ മതി. എല്ലാ മാസവും ഒരെണ്ണം വിഡ്രോ ചെയ്യണവർക്കാണ് പ്രശ്നം. ഇതെങ്ങനെ ചെയ്യുന്നത് മനസ്സിലായല്ലോ? ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻ അതേപോലെ എടുത്ത് എഴുതാം. പീരീഡ് കാണാം, പ്രൊഡക്റ്റ് കാണാം. പീരീഡ് കാണണമെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന ടൈമിലുള്ള പീരീഡാണ് നമുക്ക് ഒന്നുകിൽ മാർച്ച് ആവാം അല്ലെങ്കിൽ ഡിസംബർ ആവാം. എന്നിട്ട് ടോട്ടൽ പ്രോഡക്റ്റ് കാണാം. എന്നിട്ട് പ്രോഡക്റ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഇൻറ്റു 1/12. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1/12 ചെയ്തില്ലെങ്കിൽ ആൻസർ തെറ്റാണ്. ഓക്കെ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓൺ പ്രോഡക്റ്റ് മെത്തേഡ് റെഡിയായി. ക്യാപിറ്റൽ എംപ്ലോയിഡ്, ഇനി ഇത് ആവറേജ് പ്രോഫിറ്റ് വെച്ചിട്ടും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പഠിക്കണം. ദെൻ ബിഗിനിങ്ങിലും മിഡിലും തന്നു കഴിഞ്ഞാൽ ആവറേജ് പീരീഡ് വെച്ചിട്ടും നമുക്കറിയണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് 3 മാർക്കിനും 4 മാർക്കിനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഇതിലെല്ലാം വരാറുണ്ട്. നമുക്ക് ഓണപരീക്ഷയായ കാരണം കംപ്ലീറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പ്രോബ്ലംസ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.